വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സംപൂജ്യരായ ഗുരുജനങ്ങളെ, മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓം ശാന്തി. ഇന്ന് ഈ പുണ്യഭൂമിയിൽ നാം ആഘോഷിക്കുന്നത് 90 വർഷങ്ങളുടെ ഒരു യാത്രയാണ്. ഇത് ഒരു സംഘടനയുടെ വാർഷികമല്ല, പകരം 90 വർഷങ്ങൾ നീണ്ട ആത്മീയ വിപ്ലവത്തിൻ്റെ വിജയഗാഥയാണ്. ആത്മീയ ഉണർവിൻ്റെ 90 വർഷങ്ങളുടെ യാത്രയാണിത്. ഇതൊരു കെട്ടിടത്തിൻ്റെ കഥയല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞ പ്രകാശം ലോകമെങ്ങും പരന്ന കഥയാണ്. ഇത് ബ്രഹ്മകുമാരീസ് എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ യാത്രയാണ്. 90 വർഷങ്ങൾ നീണ്ട ഈ യാത്രയാണ് ബ്രഹ്മകുമാരീസിൻ്റെ ചരിത്രം. 1936 അന്നത്തെ അവിഭാജ്യ ഭാരതം, അന്നത്തെ സിന്ധ് പ്രദേശത്തെ ഹൈദരാബാദിൽ പ്രമുഖ വജ്ര സ്വർണ്ണ വ്യാപാരികളിൽ ഒരാളായിരുന്നു ദാദാ ലേഖരാജ് കൃപലാനി. പിന്നീട് ലോകം ബ്രഹ്മ ബാബ എന്ന പേരിൽ ആദരിച്ച മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, കുടുംബ സൗഭാഗ്യമുണ്ടായിരുന്നു, സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ഉണ്ടായിരുന്നു. പുറമേ നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാത്ത ഒരാൾ. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചോദ്യമുയർന്നു. ഇത് മാത്രമാണോ ജീവിതം? ധ്യാനത്തിൻ്റെ നിശബ്ദതയിൽ അദ്ദേഹത്തിന് ഗൗരവമായ ചില ആത്മീയ അനുഭവങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ അത് മാറ്റിമറിച്ചു. ആ ദർശനങ്ങളിൽ അദ്ദേഹത്തിന് ചില സത്യങ്ങൾ കണ്ടെത്തുവാനായി. ഞാൻ ശരീരമാണെന്ന ബോധം മാറേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഞാൻ ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ബോധ ചൈതന്യമാണ്, ആത്മാവാണ്. ഈ സൃഷ്ടിക്ക് ഒരു പരമസ്രോതസ്സുണ്ട്, ഒരു പരമപിതാവുണ്ട്. ആ പരമപ്രകാശ സാന്നിധ്യം അദ്ദേഹം സ്വയം അനുഭവിച്ചു. മനുഷ്യ ചരിത്രം ഒരു നേർരേഖയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ചാക്രികമാണ്, സൈക്ലിക്കാണ്. 4 യുഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചക്രമാണിത്. ഇവിടെ പ്രതിസന്ധികൾ അന്ത്യത്തിലേക്കല്ല, അല്ലെങ്കിൽ വിനാശത്തിലേക്കല്ല നയിക്കുന്നത്, പകരം ഒരു പുതിയ പിറവിക്ക്, ഒരു പുതിയ യുഗത്തിന് അത് ജന്മം നൽകുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ബോധോദയം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. സാമ്പത്തികമോ കുടുംബപരമോ ആയ കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സത്യത്തെ കണ്ടെത്തിയ ആ ഒരു ബോധമാണ് ഈ ജീവിതമാറ്റത്തിന് കാരണം. ഒടുവിൽ ഈ ആധ്യാത്മിക അനുഭവം മറ്റു മനുഷ്യരുമായി പങ്കിടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എല്ലാ സുഖ സൗകര്യങ്ങളാലും സമ്പന്നമായ തൻ്റെ ജീവിതം ഉപേക്ഷിച്ച് അദ്ദേഹം ശിഷ്ടകാലം ആത്മീയ ബോധവൽക്കരണത്തിനായി മാറ്റിവെച്ചു. അതിനായി അദ്ദേഹം തൻ്റെ വീട്ടിൽ ചെറിയൊരു സത്സംഗം ആരംഭിച്ചു. അവിടെ പ്രാർത്ഥനയല്ല നടന്നത്, മതപരിവർത്തനവും നടന്നില്ല. അവിടെ നടന്നത് ആത്മാവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അനുഭവം ചെയ്യലായിരുന്നു. നാം ഓരോരുത്തരും ശരീരമല്ലെന്നും നമ്മൾ അനശ്വരരായ ആത്മാക്കളാണെന്നും പരമാത്മാവ് നമ്മുടെ ആത്മീയ പിതാവാണെന്നും ഉള്ള ആഴത്തിലുള്ള അനുഭവത്തിൻ്റെ വേദിയായിരുന്നു അത്.
ഇത് കേൾക്കാൻ വളരെ ലളിതമാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം 1930-കൾ, അന്ന് ഇതത്ര ലളിതമായ ഒരു കാര്യമായിരുന്നില്ല. ആ ചെറിയ ആത്മീയ കൂട്ടായ്മ ഓം മണ്ഡലി എന്ന പേരിൽ അറിയപ്പെട്ടു. സ്ത്രീകൾക്ക് ആത്മീയ നേതൃസ്ഥാനങ്ങൾ നൽകിയത് ആ കാലഘട്ടത്തിൽ വിപ്ലവകരമായ വലിയ മാറ്റമായിരുന്നു. കുടുംബജീവിതത്തിൽ ശുദ്ധി പാലിച്ച് സമൂഹത്തിന് മുന്നിൽ ആധ്യാത്മിക പാത പിന്തുടരുന്നത് അക്കാലത്ത് വലിയ പാപമായി കണക്കാക്കപ്പെട്ടു. സ്വാഭാവികമായും സമൂഹത്തിന് അവരെ അംഗീകരിക്കാൻ സാധിച്ചില്ല. സമൂഹം എതിർത്തു. അവഗണനകളും വിമർശനങ്ങളും ഉണ്ടായി. ചില നിയമപ്രശ്നങ്ങൾ വരെ നേരിടേണ്ടി വന്നു. സാമൂഹിക ബഹിഷ്കരണവും ഉണ്ടായി. എന്നാൽ ആ ചെറിയ ആത്മീയ കുടുംബത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. കാരണം അവർ അന്ധവിശ്വാസികളായിരുന്നില്ല. അവർക്ക് വ്യക്തവും ശക്തവുമായ ഈശ്വരീയ അനുഭവമുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ പിൻബലം. ധ്യാനത്തിലൂടെ അവർ അവരുടെ ഉള്ളിലെ ശാന്തിയെ കണ്ടെത്തി. അവരുടെ ജീവിതത്തിൽ കോപം കുറഞ്ഞു, ഭയം മാറി, ഈശ്വരനുമായിട്ടുള്ള അടുപ്പം വർദ്ധിച്ചു. പിന്നീട് നീണ്ട 14 വർഷങ്ങൾ, ഇത് നീണ്ട തപസ്യയുടെ വർഷങ്ങളായിരുന്നു. അതിലൂടെ അവർ അവരുടെ ആത്മബോധത്തെ വളർത്തുകയായിരുന്നു. ശുദ്ധി, ധ്യാനം, ആത്മനിയന്ത്രണം, മൂല്യാധിഷ്ഠിത ജീവിതം, ഇത് മാത്രമായിരുന്നു ഈ കാലയളവിലെ അവരുടെ പഠന വിഷയം. പിന്നെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം. സ്വാതന്ത്ര്യശേഷം 1950-ൽ അവർ ആരാവതി പർവ്വതനിരകളുടെ ഭാഗമായ രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്ക് താമസം മാറി. ശാന്തമായ മലനിരകൾ, ശബ്ദങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് ആന്തരിക ശക്തിയെ ആഴത്തിൽ അനുഭവിക്കാൻ അനേകർക്ക് ഇന്നും എന്നും പ്രചോദനമായ ആരാവലി പർവ്വതനിരകൾ. അവിടെ നിന്നാണ് ബ്രഹ്മകുമാരീസിൻ്റെ ലോകസേവനത്തിൻ്റെ തുടക്കം. ഇന്നും ബ്രഹ്മകുമാരീസിൻ്റെ ആഗോള ആസ്ഥാനം അവിടെ തന്നെയാണ്. അവരുടെ സന്ദേശം വ്യക്തമായിരുന്നു. അവരുടേത് പ്രചാരണമില്ലാത്ത വളർച്ചയായിരുന്നു. കച്ചവട കാഴ്ചപ്പാടില്ല, രാഷ്ട്രീയമില്ല, ശുദ്ധമായ ആധ്യാത്മിക വിദ്യാഭ്യാസം മാത്രം. പതിറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യയിലുടനീളം ധ്യാന കേന്ദ്രങ്ങൾ തുറന്നു. പിന്നീട് ലോകത്തിൻ്റെ 110-ലധികം രാജ്യങ്ങളിലേക്ക് സേവനം വ്യാപിച്ചു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ആഗോള പ്രസ്ഥാനമായി ബ്രഹ്മകുമാരീസ് വളരുന്നതാണ് നാം പിന്നീട് കണ്ടത്. ഇന്ന് ഈ സംഘടനയ്ക്ക് യുണൈറ്റഡ് നേഷൻസിൽ ഉപദേശക പദവിയുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ എക്കോസോക്കിൽ ജനറൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉള്ള ആഗോള ആത്മീയ സംഘടനയാണ് ബ്രഹ്മകുമാരീസ് എന്ന്. UN പീസ് മെസ്സഞ്ചർ അവാർഡ് 7 തവണ ലഭിച്ച അപൂർവ അംഗീകാരവും ഇവർക്കുണ്ട്. എന്താണ് ഈ വളർച്ചയുടെ പിന്നിലെ രഹസ്യം? പ്രചരണങ്ങളില്ല, കൊട്ടിഘോഷങ്ങളില്ല, അംഗത്വ ഫീസില്ല, മതപരിവർത്തനമില്ല. പകരം ഓരോരുത്തരും സ്വയം മാറ്റം കൊണ്ടുവരുന്നു. തൻ്റെ സ്വഭാവ സംസ്കാരങ്ങളിൽ മാറ്റം കൊണ്ടുവരിക, തൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം കൊണ്ടുവരിക. ഇതിലൂടെ സമൂഹ മാറ്റം ലക്ഷ്യം വയ്ക്കുന്നു. ഒരു ചെറിയ അനുഭവം കൂടി പറയാം. ഒരു പ്രമുഖ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു. വ്യവസായത്തിൽ അയാൾ വലിയ വിജയമായിരുന്നു. പക്ഷേ അയാളുടെ ഉള്ളിൽ കോപം, ഉറക്കക്കുറവ്, കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ ഇവയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, എൻ്റെ ലക്ഷ്യങ്ങൾ പലപ്പോഴും ഞാൻ നേടിയെടുത്തു, പക്ഷേ ഞാൻ അപ്പോഴേക്കും എന്നെ തന്നെ നഷ്ടപ്പെടുത്തിയിരുന്നു. രാജയോഗ പരിശീലനം തുടർന്നപ്പോൾ കോപം കുറഞ്ഞു, ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടായി,
കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ജോലി മാറ്റിയില്ല, പക്ഷേ അദ്ദേഹം തൻ്റെ ബോധം, കോൺഷ്യസ്നസ് മാറ്റുവാൻ തയ്യാറായി. അത് ജീവിതം മാറ്റി. ഇതാണ് 90 വർഷങ്ങളിലെ ബ്രഹ്മകുമാരീസിൻ്റെ നിശബ്ദ സേവനം. ഇന്നിൻ്റെ പ്രസക്തിയിലേക്ക് വരാം. ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് മാനസിക സമ്മർദ്ദം, കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച, മൂല്യങ്ങളുടെ ഇടിവ്, പരിസ്ഥിതിയിലെ ആശങ്ക. പുറമേ സുഖം പകരുവാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ നാം വളർത്തിയെടുത്തു. പക്ഷേ ക്രമാനുഗതമായി നമ്മുടെ ഉള്ളിലെ സമാധാനം നമുക്ക് കൈമോശം വന്നു. ബ്രഹ്മകുമാരീസ് 90 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സന്ദേശം ഇന്നും പ്രസക്തമാണ്. ഞാൻ ആത്മാവാണെന്ന് ഉണരാം. നമ്മുടെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാം. പരമാത്മാവുമായി നിരന്തര ബന്ധം പുലർത്താം. നമ്മുടെ ശുദ്ധ സങ്കല്പങ്ങൾ സംശുദ്ധമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ കാരണമാകും. ഇന്ന് 90 വർഷങ്ങൾ നാം ആഘോഷിക്കുകയാണ്. 90 വർഷം ഒരാഘോഷം മാത്രമല്ല, അതിലും വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷെ സത്യസന്ധമായ ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കണം. ഈ 90 വർഷങ്ങളുടെ പൈതൃകം എങ്ങനെ നാം മുന്നോട്ട് കൊണ്ടുപോകും? 90 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ദീപം ഇന്ന് ലോകമെങ്ങും വെളിച്ചം പരത്തുന്നു. ഇന്ന് ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു സാങ്കേതിക വിപ്ലവമല്ല, മറിച്ച് ഇന്ന് ലോകത്തിനാവശ്യം ഒരു ബോധവിപ്ലവമാണ്, എ കോൺഷ്യസ് റവല്യൂഷൻ. അധികാരമുള്ളവർ മൂല്യബോധമുള്ളവരായിട്ട് മാറണം. സമ്പത്തുള്ളവർ കരുണ ഉള്ളവരാകണം. യുവജനങ്ങൾക്ക് നേരായ ദിശാബോധം വേണം. കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും പുലരണം. ഇതാരാണ് നൽകേണ്ടത്? ആർക്കാണിത് നൽകുവാനാവുക? സർക്കാരുകൾക്ക് സാധിക്കുമോ? സംഘടനകൾക്ക് സാധിക്കുമോ? നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇന്നൊരു വിളക്ക് പോലെ, ലൈറ്റ് ഹൗസ് പോലെ നമുക്ക് നിലകൊള്ളാം. ലൈറ്റ് ഹൗസ് കപ്പലുകളെ തേടി യാത്ര പോകാറില്ല. അത് സ്വന്തം സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ പ്രകാശം കപ്പലുകൾക്ക് വഴി കാട്ടുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ശാന്തിയുടെ ലൈറ്റ് ഹൗസ് ആയിട്ട് മാറട്ടെ. ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗം ഒരു ശാരീരിക മാനസിക പരിശീലന പരിപാടിയല്ല. അത് ചിന്തകളുടെ, സംസ്കാരങ്ങളുടെ പരിവർത്തനമാണ്. ഇവിടെ ആത്മീയത ഒരാശയമല്ല, പിന്നെ അതൊരു ജീവിത ശൈലിയാണ്. സ്വഭാവത്തിൽ ശാന്തി, വാക്കുകളിൽ മാധുര്യം, പെരുമാറ്റത്തിൽ ദൈവികത. ഇതാണ് 90 വർഷത്തെ യഥാർത്ഥമായ ബ്രഹ്മകുമാരീസിൻ്റെ സമ്മാനം. ഇനി വരുന്ന 10 വർഷങ്ങൾ, 100ാം വാർഷികത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഈ യാത്രയിൽ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യം: ഈ ദിവ്യമായ യാത്രയിൽ എന്താണ് എൻ്റെ പങ്ക്? ഞാൻ ഈ യാത്രയുടെ സാക്ഷിയാണോ? അതോ ഈ യാത്രയിൽ ഞാനൊരു സഹയാത്രികനാണോ? ഞാൻ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അതോ സ്വയം മാറ്റമായി മാറുവാൻ തയ്യാറാണോ? ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥാനം പിടിക്കാതെ അനേകം മനുഷ്യർ ഇവിടെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം നമ്മെ ഓർക്കണമെങ്കിൽ നമ്മൾ ചരിത്രം എഴുതണം. അത് ഭൗതികമായ സമ്പത്ത് കെട്ടിപ്പൊക്കിയല്ല, എന്നാൽ ഉയർന്ന ചിന്തകളാലാകണം. അത് പേരും പദവിയും നേടിയെടുത്തുകൊണ്ടല്ല, നാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാലാകണം. ഇന്ന് നാം ചരിത്രം ആഘോഷിക്കുകയാണ്. നാളെ ചരിത്രം സൃഷ്ടിക്കേണ്ടതും നാം തന്നെയാണ്. ഇപ്പോൾ ഈ മുഴുവൻ യാത്രയുടെ സാരാംശം ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാം.
ഓം ശാന്തി.